1980-കളിലാണ് നീലഗിരിക്കടുത്ത് കേരള തമിഴ്നാട് അതിർത്തിയിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ മധ്യവയസ്കനായ ഒരു ഹാജിയാർ നടത്തുന്ന ഓല കൊണ്ട് മേഞ്ഞ അങ്ങേയറ്റം സാധാരണമായ ഒരു ചെറിയ ഹോട്ടലിന് മുന്നിൽ ഒരു കാറ് വന്നു നിർത്തി. കൈലിമുണ്ടും ബനിയനും ധരിച്ച് ഹോട്ടലിലേക്ക് കയറി വന്നയാൾക്ക് നല്ല ചൂട് പൊറോട്ടയും മട്ടൻ കറിയും നൽകിയ ശേഷം ഹാജിയാർ അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചൊന്ന് നോക്കി. മലയാള സിനിമയിൽ അന്ന് തിളങ്ങി നിൽക്കുന്ന നടൻ പപ്പുവാണ് തൻ്റെ ഹോട്ടലിൽ വന്ന് പൊറോട്ടയും മട്ടനും കഴിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ ഹാജിയാർ ആകപ്പാടെ അമ്പരന്നു. ഭക്ഷണം ഉഷാറായെന്നും ഇനിയും വരുമെന്നും പറഞ്ഞ് ഊട്ടിയിലെ ലൊക്കേഷനിലേക്ക് പപ്പു യാത്ര തുടർന്നപ്പോഴും ഹാജിയാർക്ക് അത് വിശ്വസിക്കാനായില്ല. വീണ്ടും 2 വർഷം പിന്നിട്ടു. അന്ന് ഹാജിയാർക്ക് കൊടുത്ത വാക്കു പാലിച്ചുകൊണ്ട് മറ്റൊരു ഊട്ടി യാത്രയിൽ പപ്പു വീണ്ടും അതേ ഹോട്ടലിലേക്ക് ചെന്നു. സ്നേഹത്തോടെ ഹാജിയാരുടെ അടുത്ത് ചെന്ന് പരിചയം പുതുക്കാൻ നിന്നപ്പോഴേക്കും ഹാജിയാർ അതാ ഹോട്ടലിന് പുറത്തേക്ക് ഇറങ്ങി വെപ്രാളത്തോടെ ആളുകളെ വിളിച്ചു കൂട്ടുന്നു. പപ്പുവിനൊന്നും മനസ്സിലായില്ല. ഹാജിയാർ റോഡിൽ ഇറങ്ങി അലറി വിളിച്ച് ആളെ കൂട്ടുന്നത് കണ്ട് പപ്പു പരിഭ്രാന്തനായി. ഇതാ കുതിരവട്ടം പപ്പു വന്നു നിൽക്കണ്, ഇനിയെങ്കിലും എന്നെ വിശ്വസിക്കുന്നേടാ ഹമുക്കുകളെ എന്ന ഹാജിയാരുടെ അലർച്ച കണ്ടപ്പോഴാണ് പപ്പുവിന് സാഹചര്യം ഏതാണ്ട് പിടികിട്ടിയത്. ഹാജിയാർ കാര്യം വിശദീകരിച്ചു. സിനിമാ നടൻ കുതിരവട്ടം പപ്പു തൻ്റെ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിച്ചുവെന്ന വിവരം മറ്റുള്ളവരോട് പറഞ്ഞ ഹാജിയാര് ആ നാട്ടുകാർക്കിടയിൽ ഒരു നുണയൻ ഹാജിയാരായി അതിനകം മുദ്രകുത്തപ്പെട്ടിരുന്നു. പിന്നെ സിനിമാ നടന്മാർ വന്ന് ഭക്ഷണം കഴിക്കുന്ന 5 സ്റ്റാർ ഹോട്ടലേ എന്ന മട്ടിൽ എല്ലാവരും ഹാജിയാരെ പുച്ഛിച്ചു തള്ളി. എന്ന് മാത്രമല്ല ഹാജിയാരെ എല്ലാവരും കുതിരവട്ടം ഹാജി എന്ന് വിളിച്ച് കളിയാക്കുകയും ചെയ്തു. നാട്ടുകാർ മാത്രമല്ല, നീ കുതിരവട്ടം ഹാജിയുടെ മകളല്ലേ എന്ന പരിഹാസം ഏൽക്കേണ്ടി വന്ന ഹാജിയുടെ മകള് വരെ തന്നോട് പിണങ്ങിയതിനാൽ ഹാജി മനം മടുത്ത് നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി പപ്പുവിന്റെ 2ാം വരവ്. വയറ് നിറയെ പൊറോട്ടയും മട്ടനും നൽകിയ ശേഷം അന്ന് ആ കവലയിലെ അവസാനത്തെ ആളെയും വിളിച്ച് പപ്പുവിനെ കാണിച്ച ശേഷമാണ് ഹാജിയാർ ഒന്ന് നിലത്തു നിന്നത്. സിനിമകളുടെ ഷൂട്ടിംഗ് മദിരാശിയിൽ മാത്രം നടക്കുന്ന സാധാരണക്കാരായ ആളുകൾക്കൊന്നും സിനിമാ താരങ്ങളെ നേരിൽ കാണാനുള്ള അവസരങ്ങളൊന്നും ഇല്ലാതിരുന്ന ആ കാലത്ത് മലയാള സിനിമയിലെ തലയെടുപ്പുള്ളൊരു നടൻ ഒരു അതിർത്തി ഗ്രാമത്തിലെ തോട്ടം തൊഴിലാളികളും കൂലിപ്പണിക്കാരും മാത്രം ഭക്ഷണം കഴിക്കുന്ന ഒരു സാധാരണ ഹോട്ടലിലെത്തിയത് ആ നാട്ടുകാർക്ക് കൗതുകകരമായിരുന്നുവെങ്കിലും കുതിരവട്ടം പപ്പു എന്ന കലാകാരൻ അത് തൻ്റെ പതിവു ശീലത്തിൻ്റെ ഭാഗം മാത്രമായിരുന്നു. ഒരിക്കൽ മലമ്പുഴയിൽ വെച്ച് കോരപ്പൻ ദി ഗ്രേറ്റ് എന്ന സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ അടുത്തുള്ള കടയിൽ പോയി ഒരു ചൂണ്ട വാങ്ങി മലമ്പുഴ ഡാമിൽ ചെന്ന് മീൻ പിടിച്ച് പിടയ്ക്കുന്ന മീനുകളുമായി കവലയിലൂടെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് നടന്നു വന്ന പപ്പുവിനെ കുറിച്ച് മാമുക്കോയ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്. ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലെ ആഡംബര സൗകര്യങ്ങളിൽ ഒരിക്കലും പപ്പു എന്ന നടനെ കാണാൻ കഴിയുമായിരുന്നില്ല. അയാൾ എപ്പോഴും ആൾക്കൂട്ടത്തിനിടയിലായിരിക്കും. 1000-ലധികം സിനിമകളിൽ അഭിനയിച്ച് വലിയ താരമായിരിക്കുമ്പോഴും ലൊക്കേഷനുകളിലെ സാധാരണ ഗ്രാമവഴികളിലൂടെ നടന്ന് അവിടങ്ങളിലെ ഭക്ഷണങ്ങൾ കഴിച്ച് പുതിയ കാഴ്ചകളും അനുഭവങ്ങളും സൗഹൃദങ്ങളും തേടി കളിതമാശകൾ പറഞ്ഞ് അയാൾ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന് ജീവിതത്തിൻ്റെ എല്ലാ കാഠിന്യത്തോടും പൊരുതി ഉയർന്നു വന്ന കുതിരവട്ടം പപ്പു എന്ന കലാകാരന് അങ്ങനെയേ ജീവിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. താൻ ആരായിരുന്നുവെന്ന് തനിക്കു ശേഷമുള്ള പതിറ്റാണ്ടുകളെ അടയാളപ്പെടുത്തിയ അനശ്വര പ്രതിഭയായിരുന്നു പപ്പു എന്ന കലാകാരൻ. താമരശ്ശേരി ചുരമെന്ന് കേട്ടാൽ പപ്പുവിനെ ഓർക്കാത്ത ഏതെങ്കിലും ഒരു മലയാളി ഉണ്ടാകുമോ? കൈലിമുണ്ടും ബനിയനും ധരിച്ച് നെറ്റിയിൽ ഒരു തൂവാല കെട്ടി ഒരു ബീഡിപ്പുക കൂടി ഊതിവിട്ട് താരലോകത്ത് നിന്നിറങ്ങി കോഴിക്കോട് അങ്ങാടിയിലൂടെ നടന്ന സ്നേഹവും നന്മയും ദേഷ്യവും പിണക്കവുമൊക്കെയുള്ള ഒരു സാധാരണ മനുഷ്യനായിരുന്നു കുതിരവട്ടം പപ്പു. 1936 കോഴിക്കോട്ടെ ഫറൂഖിലാണ് പത്മദളാക്ഷൻ എന്ന പപ്പുവിൻ്റെ ജനനം. പപ്പു ജനിച്ച് 40-ാം നാൾ അച്ഛൻ മരിച്ചു. 16-ാമത്തെ വയസ്സിൽ അമ്മയും. പിന്നീടുള്ള ജീവിതം അനാഥത്വത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും നടുവിലായിരുന്നു. സ്കൂൾ പഠനകാലത്ത് കുടുംബം ഫറൂഖിൽ നിന്നും കുതിരവട്ടത്തേക്ക് മാറി. കുതിരവട്ടത്തെ ദേശപോഷിണി വായനശാല വഴിയാണ് പത്മദളാക്ഷൻ നാടകലോകവുമായി ബന്ധപ്പെടുന്നത്. നാടകത്തിൽ അഭിനയിക്കാൻ ഒരവസരത്തിനു വേണ്ടി പല വലിയ നടന്മാരോടും യാചിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നാടക ട്രൂപ്പിലെ കർട്ടൻ വലിക്കാരനാകാനേ ആദ്യം പത്മദളാക്ഷന് കഴിഞ്ഞുള്ളൂ. ഒരിക്കൽ അഭിനയിക്കാനായി കിട്ടിയ അപ്രതീക്ഷിത അവസരത്തിൽ
തൻ്റെ അഭിനയ മികവ് തെളിയിച്ച പത്മദളാക്ഷൻ വളരെ വേഗം തന്നെ കോഴിക്കോടൻ നാടകവേദിയുടെ നട്ടെല്ലുകളിൽ ഒരാളായി വളർന്നു. കുഞ്ഞാണ്ടി, തിക്കോടിയൻ, നെല്ലിക്കോട് ഭാസ്കരൻ, KT മുഹമ്മദ് എന്നിവരുടെ ടീമിൽ സജീവമായ പത്മദളാക്ഷൻ 1000ഓളം നാടകങ്ങളിലാണ് അക്കാലത്ത് അഭിനയിച്ചത്. നാടകരംഗത്തെ പത്മദളാക്ഷന്റെ തിളക്കം ശ്രദ്ധിച്ച സംവിധായകൻ രാമു കാര്യാട്ടാണ് അദ്ദേഹത്തെ സിനിമയിലേക്ക് ക്ഷണിക്കുന്നത്. മൂടുപടം എന്ന ചിത്രത്തിലൂടെ പത്മദളാക്ഷൻ സിനിമാ നടനായി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ രചനയിൽ A. വിൻസെന്റ് സംവിധാനം ചെയ്ത ഭാർഗവി നിലയം പപ്പുവിന്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു. ബഷീർ രചിച്ച കഥാപാത്രത്തിന്റെ പേരായിരുന്നു കുതിരവട്ടം പപ്പു എന്നത്. ഭാർഗവി നിലയത്തിലൂടെ പത്മദളാക്ഷൻ എന്ന കോഴിക്കോട്ടെ നാടകക്കാരൻ സിനിമാ ലോകത്തെ കുതിരവട്ടം പപ്പുവായി. കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ നൽകിയ കുതിരവട്ടവുമായി പപ്പു വീണ്ടും ജീവിതത്തിന്റെ ഒരുപാട് ചുരങ്ങൾ താണ്ടി. പിന്നീട് അങ്ങോട്ട് മലയാള സിനിമയിൽ ഒഴിച്ചുകൂടാനാകാത്ത നടനായി കുതിരവട്ടം പപ്പു വളർന്നു. കോഴിക്കോടൻ ശൈലിയിലുള്ള സംഭാഷണ രീതിയും പ്രത്യേക ശരീരഭാഷയും കൊണ്ട് പ്രേക്ഷക മനസ്സുകളെ പിടിച്ചിരുത്തുന്ന നടനായി പപ്പു മാറി. ഹാസ്യ നടനത്തിന്റെ കുതിരവട്ടം സ്റ്റൈൽ മലയാളത്തിൽ രൂപപ്പെട്ടു. ആദ്യ കിരണങ്ങൾ, കുഞ്ഞാലി മരയ്ക്കാർ, കുട്ടിയെടത്തി, പണിമുടക്ക്, മാപ്പുസാക്ഷി, ചന്ദനച്ചോല, ഹൃദയം ഒരു ക്ഷേത്രം, തുലാവർഷം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ കുതിരവട്ടം പപ്പു 70കളിലെ തിരക്കേറിയ നടന്മാരിൽ ഒരാളായി മാറി. സൂപ്പർ ഹിറ്റ് സിനിമകളിലെ പപ്പുവിന്റെ കഥാപാത്രത്തെ പ്രേക്ഷകർ പ്രത്യേകം വാഴ്ത്തി. ജയന്റെ കൂടെയുള്ള വേഷങ്ങൾ പപ്പുവിന് ഏറെ ജനപ്രീതിയും നേടിക്കൊടുത്തു. ഇത് ചെറുത് ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് റോഡ് റോളർ ശരിയാക്കാൻ കയറുന്ന വെള്ളാനകളുടെ നാട് എന്ന ചിത്രത്തിലെ സുലൈമാൻ തിയേറ്ററുകളെ കുലുക്കി ചിരിപ്പിച്ചപ്പോൾ ഇത് ചെറുത് ഇപ്പൊ ശരിയാക്കി തരാമെന്ന മട്ടിൽ പപ്പു വീണ്ടും വീണ്ടും രസികൻ കഥാപാത്രങ്ങളിലേക്ക് ഉരുണ്ടു കയറി. ചിലപ്പോൾ ഒരു കള്ളനോട്ടം, അല്ലെങ്കിൽ ഒഴിഞ്ഞുമാറൽ, ചിലപ്പോൾ ജാള്യത കലർന്ന ഒരു ചിരി. പപ്പുവിന് മാത്രം പയറ്റാൻ പറ്റുന്ന ചില നമ്പറുകൾ ഉണ്ടായിരുന്നു. ബഡായി പറയുന്ന വേഷം ചെയ്യാൻ പപ്പുവിനെ കഴിഞ്ഞേ മലയാള സിനിമയിൽ വേറെ ആളുള്ളൂ. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച തമാശ രംഗങ്ങൾ എടുത്താൽ അതിൽ പപ്പുവിന്റെ സാന്നിധ്യമുള്ള രംഗങ്ങൾ ഒരു പടി കയറി നിൽക്കും. വെള്ളാനകളുടെ നാട് എന്ന സിനിമയിൽ സുലൈമാൻ പറയുന്ന താമരശ്ശേരി ചുരം എന്ന ഡയലോഗ്, പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്ന ചിത്രത്തിൽ നായികയായ മേനകയെ കാണാനായി ടൗണിൽ വന്നിറങ്ങുന്ന മുറച്ചെറുക്കൻ കുട്ടൻ, മലയാളത്തിന്റെ ഹാസ്യ സാമ്രാട്ടുകൾ മത്സരിച്ച് അഭിനയിച്ച മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്ന ചിത്രത്തിലെ സർദാർ കോമക്കുറുപ്പ്, തെക്കിനിയിലെ ബാധയെ നേരിട്ട് കണ്ട ശേഷം തനിക്ക് ശരിക്കും എന്തോ കുഴപ്പമുണ്ടോ എന്ന് ശങ്കിക്കുന്ന മണിച്ചിത്രത്താഴിലെ കാട്ടുപറമ്പൻ, പടച്ചോൻ നേരിട്ട് വന്ന് കാശ് തന്നെന്ന് പറയുന്ന ഓട്ടോയിലെ മൊയ്തു, മിന്നാരത്തിലെ വികൃതി കുട്ടികളെ ശരിയാക്കാനെത്തുന്ന ക്രൂരനായ ട്യൂഷൻ മാസ്റ്റർ, പ്രാദേശിക വാർത്തകളിലെ നഷ്ടപ്രണയത്തിൽ വേദനിക്കുന്ന വെളിച്ചപ്പാട്, ടാസ്കി വിളിയടാ എന്ന് പറഞ്ഞലറുന്ന തേന്മാവിൻ കൊമ്പത്തിലെ തലതിരിഞ്ഞ അമ്മാവൻ ചാക്കുട്ടി, അല്ല എന്താണ് ഈ കോണ്ടസ എന്ന് ചോദിക്കുന്ന, കൈവിരലുകൾ മതിയാവാതെ കാൽവിരലിലും കണക്കെണ്ണുന്ന ചന്ദ്രലേഖയിലെ അക്കൗണ്ടന്റ്, വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലെ മെക്കാനിക് കുഞ്ഞിരാമനാശാൻ, അങ്ങനെ എത്രയോ കഥാപാത്രങ്ങളും മറക്കാത്ത ഡയലോഗുകളും. കേവല തമാശകൾക്കപ്പുറത്ത് ആഴമുള്ള ക്യാരക്ടർ റോളുകളിലും പപ്പു തന്റെ കഴിവ് തെളിയിച്ചു. പാവാട വേണം മേലാട വേണം എന്ന ഇക്കാലത്തെയും ഹിറ്റ് ഗാനം കേൾക്കുമ്പോൾ പപ്പുവിന്റെ മുഖമാണ് മനസ്സിൽ തെളിയുക. വല്യങ്ങാടിയിലെ ചുമടെടുത്തൊഴുക്കിയ വിയർപ്പിൽ നിന്ന് നെയ്ത സമ്പാദ്യങ്ങളുമായി സഹോദരിയുടെ വിവാഹം നടത്തുന്നതിനെക്കുറിച്ച് കിനാവ് കാണുന്ന ചുമട്ടുതൊഴിലാളിയായ അബു, അവളുടെ രാവുകളിലെ റിക്ഷാ വണ്ടിക്കാരൻ, നഖക്ഷതങ്ങളിലെ അടുക്കളക്കാരൻ, പെൻഷനു വേണ്ടി സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങുന്ന ദി കിങ്ങിലെ സ്വാതന്ത്ര്യ സമര സേനാനി എന്നിങ്ങനെ ഉള്ളുലയ്ക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്തും മികവിന്റെ മറ്റൊരു സാക്ഷ്യമായി പപ്പു മാറി. പപ്പുവിന്റെ കഥാപാത്രങ്ങളെ തിരിച്ചറിയാൻ രൂപം ആവശ്യമില്ല, ആ ശബ്ദം തന്നെ ധാരാളമാണ്. പതിറ്റാണ്ടുകൾക്കിപ്പുറവും തെളിഞ്ഞു കാണാം പകരക്കാരനില്ലാത്ത ആ അതുല്യ പ്രതിഭ അവശേഷിപ്പിച്ചു പോയ പ്രതിഭാസ കഥാപാത്രങ്ങളുടെ ആഴം. ശാരീരികമായ ബുദ്ധിമുട്ടുകളെ മറന്നാണ് അവസാന കാലത്തും പപ്പു അഭിനയിച്ചത്. അസുഖം വന്ന അവശനായ ശരീരം വെച്ചും ക്ഷീണിക്കാത്ത കഥാപാത്രങ്ങളെ അദ്ദേഹം കാഴ്ചവെച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് 2000 ഫെബ്രുവരി 25-നായിരുന്നു കുതിരവട്ടം പപ്പുവിന്റെ മരണം.
മലയാള സിനിമയുടെ കോഴിക്കോടൻ പെരുമ കോഴിക്കോട് ടൗൺ ഹാളിൽ നിശ്ചലനായി കിടന്നപ്പോൾ കേരളം ഒന്നാകെ വിതുമ്പി. നർമ്മത്തിൽ ചാലിച്ച കോഴിക്കോടൻ ഭാഷ ലോക മലയാളികളുടെ മനസ്സിൽ പതിപ്പിച്ച, നാട്ടിൽ നിന്നും സിനിമാ സെറ്റുകളിലേക്ക് മടങ്ങുമ്പോൾ തൻ്റെ ചങ്ങാതിമാർക്കായി കോഴിക്കോടൻ ഹൽവ കയ്യിൽ കരുതുന്ന കുതിരവട്ടം പപ്പുവിനെ കോഴിക്കോട് സ്നേഹിച്ച അത്രയും കേരളമാകെയും സ്നേഹിച്ചു. ചിലപ്പോൾ ഒരു നഗരത്തിലെ ജനപ്രവാഹത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കുഗ്രാമങ്ങളിലെ നാട്ടുകവലകളിൽ, അതുമല്ലെങ്കിൽ കോഴിക്കോട് അങ്ങാടിയിലെ ഒരു ചായക്കടയിൽ, അങ്ങനെ ഏറ്റവും സാധാരണക്കാരായ ചില നാടൻ മനുഷ്യരെ കാണുമ്പോൾ നാം കുതിരവട്ടം പപ്പുവിനെ ഓർത്തെന്ന് വരാം. പപ്പു അഭിനയത്തെ പഠിക്കുകയോ അഭിനയത്തെ സ്നേഹിക്കുകയോ ചെയ്തിട്ടില്ല, അഭിനയിച്ചതുപോലുമില്ല. അഭിനയത്തെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താതെ തനിക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ പ്രതിച്ഛായയിൽ കഥാപാത്രങ്ങളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. സർവ്വസാധാരണക്കാരിൽ ഒരുവനായി സാധാരണക്കാരുടെ ഭാവപ്പകർച്ചകളെ അതേ അളവിൽ നമ്മിലേക്ക് പകർത്തി അസാധാരണമായി നിലകൊണ്ട ഒരു കലാജന്മത്തിന്റെ സാഫല്യമായിരുന്നു കുതിരവട്ടം പപ്പു. അഭിനയത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശമായിരുന്നു ആ ജീവിതം.